ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഷിനാസ് ബ്ലോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഐങ്കലം ഭാഗത്താണ് കേട്ടോ. ഐങ്കലം ഭാഗത്ത് തൊട്ട് നമ്മുടെ മിനി പമ്പ ഭാഗം വരെ, അതുപോലെ തന്നെ കുറ്റിപ്പുറ ആറോബിയുടെ കുറഞ്ഞ ഭാഗവും നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ കനാർ സൈലിൻ്റെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തിരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു ട്രക്ക് ലേബൈ വരുന്നുണ്ട്, അതൊരു മിനി റെസ്റ്റ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് നേരെ ഈ സർവീസ് റോഡ് കയറണം പോലെ ഈ ഒരു ഭാഗത്തോട്ട് കയറാം. എന്നിട്ടിപ്പോൾ നിലവിൽ ഇടത്തെ ഭാഗത്ത് ലോറികൾ നിർത്തിയിട്ടില്ലേ, അതേപോലെ ഒതുക്കി പാർക്ക് ചെയ്യുക. ഈ ഒരു ഭാഗം ഇപ്പോൾ നിലവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ ഫ്രീ ആക്കി വിടുക. എന്നാലും ഇടയിലുള്ളവർക്ക് വാഹനം സുഗമമായി എടുത്ത് ഹൈവേയിലോട്ട് രണ്ടാമത് പ്രവേശിക്കാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി വരുന്നത് ഏറ്റവും ഫ്രണ്ടിലാണ്. വാഹനം അവിടെ നിർത്തിയിട്ട് വേണം പോകാൻ, അല്ലാതെ ഈ ഒരു ആറുവരിപ്പാതയുടെ ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് നേരെ ടോയ്ലറ്റിലോട്ട് പോകുന്ന പരിപാടി നല്ല രീതിയിൽ പിഴ ഈടാക്കാവുന്ന പരിപാടിയാണ് കേട്ടോ. നല്ല രീതിയിൽ പിഴ ഈടാക്കും, സ്പോട്ടിൽ കിട്ടും. കാരണം ആ ഏരിയയിൽ എപ്പോഴും ഹൈവേ പോലീസുകാർ കറങ്ങുന്ന ഒരു ഭാഗം കേട്ടോ. പിന്നെ ഐങ്കലം ഭാഗത്തോട്ട് പോകേണ്ടവർ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കട്ടോ, ഇവിടുന്ന് എക്സിറ്റ് എടുക്കണം. അവിടെ നിന്നാണ് പിന്നെ രണ്ടാമത് സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഐങ്കലം അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന ഭാഗത്ത്. ഇവിടെ വലത്തെ ഭാഗത്ത് നിലവിൽ ഫുള്ള് ഫുഡിൻ്റെ കാര്യങ്ങളായാലും നമ്മുടെ എന്താ പറയുക പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടത്തെ ഭാഗത്താണ് കുറവ്. അപ്പോൾ അതിൻ്റെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത്തെ ഭാഗത്തെ പമ്പിൻ്റെ പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ ഒരു ഏരിയ മുമ്പ് പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഒരു ഏരിയ പെട്ടെന്ന് ക്ലിക്കായി പോകും കേട്ടോ. അതായത് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എപ്പോഴും തിരക്കുള്ളൊരു ഭാഗമായി മാറും. പിന്നീട് അവിടെ ഓട്ടോമാറ്റിക്കലി രണ്ടാമത് ഇപ്പോൾ എന്തായാലും ഒരു 10-15 വർഷത്തിനുള്ളിൽ അവിടെ ഒരു സർവീസ് റോഡും വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സിറ്റ് എടുത്താലാണ് നമുക്ക് ഐങ്കലം സെൻട്രലിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തവനൂർ ഭാഗത്തോട്ടൊക്കെ തന്നെ അങ്ങനെ ഇറങ്ങേണ്ടത് കേട്ടോ. പിന്നെ അവിടെ എടപ്പാൾ ഭാഗത്തോട്ടേക്ക് പോകേണ്ടവർ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ടേക്ക് പോകേണ്ടവരൊക്കെ തന്നെ കൂരയുടെ ഭാഗത്തുള്ള ഈ ഒരു എക്സിറ്റ് എടുക്കുക കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്ന ആ ഒരു സർവീസ് റോഡിലൂടെ നേരെ വിടുക. ഈ ഒരു ഭാഗത്ത് കുറഞ്ഞ ഭാഗം ഇപ്പോൾ നിലവിൽ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള ഭാഗമുണ്ട്. ഈ സർവീസ് റോഡടക്കം അത്യാവശ്യം ഒരു തെങ്ങിനോളം അടുത്ത് ഹൈറ്റ് വരുന്ന ഭാഗത്താണ്. അത്രയും ഹൈറ്റിലാണ് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാതെ ആ തെങ്ങുമത്തെ തേങ്ങയൊക്കെ നമുക്ക് കൈകൊണ്ട് പിരിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ. പിന്നീട് സർവീസ് റോഡിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ചങ്ങ് പോന്നു കഴിഞ്ഞാൽ അതായത് നമുക്ക് അത്യാവശ്യം നല്ല വീതിയിലാണ് ഇവിടെ സർവീസ് റോഡ് കിട്ടുന്നത് കേട്ടോ. കാരണം പഴയ റോഡിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ കൂടുതലും വലത്തെ ഭാഗത്തുനിന്ന് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത ഭാഗത്ത് പഴയ റോഡിൻ്റെ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അതടക്കം കൂട്ടിയിട്ടാണ് ഒരു സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിരുന്നാലും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ല ഹൈറ്റിൽ മണ്ണ് എടുത്തിട്ടുള്ള പ്രദേശമാണ്. ഇവിടെയൊക്കെ തന്നെ സോയിൽ നെയിലിങ്ങിൻ്റെ ഷോർട്ട് ക്രിറ്റിൻ്റെ പ്രവൃത്തികളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ മിനി പമ്പ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇടത്തെ ഭാഗത്തോട്ട് റോഡ് പോകുന്നുണ്ട്, അതാണ് മതിശ്ശേരി ഭാഗത്തോട്ട് പോകുന്ന റോഡ് കേട്ടോ. ഇവിടുന്ന് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ എടപ്പാളിലോട്ട് പോകാൻ, പുതിയ ആറുവരിപ്പാതയുടെ മുകളിലൂടെ എടപ്പാളിലോട്ട് പോകാനുള്ള ആ ഒരു എലിവേറ്റർ ഹൈവേൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിൻ്റെയാണെന്നല്ലേ, നമ്മുടെ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കുകളാണ് നിലവിൽ ഇവിടെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടാറിങ് പരിപാടികളൊക്കെ തന്നെ ഇവർ ആദ്യമേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പെയിൻറ്റിങ് പരിപാടികളൊക്കെയാണ് നടക്കാനുള്ളത്. നിലവിൽ ഈ ഒരു എലിവേറ്റർ ഹൈവേൻ്റെ അടിഭാഗത്ത് ഒരു പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ 6 വരി പാതയിലൂടെ വാഹനങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നിരവധി അപകടങ്ങളാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അപകടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ 600, 110 പറഞ്ഞ് പോകണ്ട കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ തന്നെ നമുക്ക് ശബരിമല സീസണിൻ്റെ ആ ടൈം ആകുമ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗത്ത് ആ ഒരു അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഏരിയയിലൊക്കെ തന്നെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ എന്തായാലും നല്ലൊരു ലുക്കാട്ടോ. ഇവിടുന്ന് ഇതേ പഴയ പാലവും പുതിയ പാലവും ഒപ്പം ഒരു അമ്പലവും നല്ല കിഡിലൻ സീനറി. നമ്മൾ ഇതിന് മുമ്പ് ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ വീഡിയോ എടുത്തിരുന്നു, അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അത് നമ്മുടെ ഈ ഒരു ഇടത്തെ ഭാഗത്തൊക്കെ തന്നെ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ. സർവീസ് റോഡിൻ്റെ അവിടെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ തന്നെ ഈ സ്വാമിമാർക്കൊക്കെ വന്ന് റെസ്റ്റ് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട്. നമ്മൾ ആദ്യം വിലക്ക് കിട്ടുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇവിടെ ഒന്ന് പോലീസുകാർ ആ ഒരു മാസം അവർ കറക്റ്റായിട്ട് അവിടെ വാഹന നിയന്ത്രണങ്ങളൊക്കെ ഇതാക്കി വാഹനങ്ങൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അവിടെ അവർക്ക് നല്ല സുഗമമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു 6 വരി വന്നതോട് കൂടിയിട്ട് അവർ ആ ഒരു റെസ്റ്റിൻ്റെ പൂർണ്ണമായും പോകുമെന്നുള്ള.
ഇല്ല കേട്ടോ, അവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എടപ്പാൾ റോഡിന് കയറിയ പാടന്നെ ആ ഒരു വളവ് കഴിഞ്ഞ പാടന്നെ അവർക്ക് വീണ്ടും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കാണ് നടക്കുന്നത്. എടപ്പാൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ്. വലിയൊരു എലിവേറ്റഡ് ഹൈവേൻ്റെ അടിയിലൂടെ പോയിട്ട് പഴയ ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ആറുവരിപ്പാതയിലോട്ട് ആ ഒരു പാലത്തുമ്പോൾ കയറും കേട്ടോ. നമ്മുടെ ആർച്ച് പാലത്തുമ്പോൾ കയറിയിട്ട് പിന്നീട് കുറ്റിപ്പുറം സെൻറ്ററിൽ നിന്ന് ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ ഇടത്തെ പാത സർവീസ് റോഡിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് ഒരു 50 മീറ്റർ പോന്നു കഴിഞ്ഞാൽ റാമ്പ് കിട്ടും. ആ റാമ്പിലൂടെ നേരെ ഹൈവേയിലോട്ട് കയറും. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് നിന്നുകാണ്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറ്റിപ്പുറം ആറോബിയുടെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ള മണ്ണെടുക്കുന്ന കാഴ്ച നമുക്ക് എവിടുന്ന് കാണുന്നത് അറിയോ? നമ്മുടെ കുറ്റിപ്പുറം ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ നിന്നിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കുറ്റിപ്പുറം ആറോബിയുടെ അവിടേക്ക് പോകാം. കുറ്റിപ്പുറം ആറോബിയുടെ വർക്ക് നിലവിൽ അവിടെ ആറോബിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ബൗസ്റ്ററിങ് ഗർഡറിൻ്റെ മുകളിലുള്ള ആ കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ്ങിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു ഏരിയയിൽ നല്ല ബ്ലോക്ക് പറഞ്ഞാൽ ചില്ലറ ബ്ലോക്കൊന്നുമല്ല കേട്ടോ. നമ്മളെപ്പോൾ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ബ്ലോക്ക് കാണുന്നുണ്ട്. പിന്നെ അതായത് ഈ ഒരു ഭാഗത്ത് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗം കട്ട വെച്ച് പൊക്കി മണ്ണിട്ട് റെഡിയാക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഗർഡറുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാരതപ്പുഴ കുറുക്കുള്ള പാലത്തിൻ്റെ അവിടെ ഉണ്ട് കുറച്ച്. പിന്നെ കുറച്ച് കൂരയുടെ ഭാഗത്തൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ സാധനങ്ങൾ ഇനി ഇങ്ങോട്ട് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കുറച്ച് ദിവസങ്ങൾ നല്ല തകൃതിയിലായിരിക്കും ഈ ഒരു ഭാഗത്ത് പണികളൊക്കെ തന്നെ ആരംഭിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് എൻഡ് ആവുന്നത് വരെയുള്ള പരിപാടികൾ, ആ ഒരു ഏരിയയിൽ സർവീസ് റോഡിൻ്റെ ഓവുചാലിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ നല്ല തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പാറ പൊട്ടിക്കുന്ന പുതിയ മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് സംഗതി പെട്ടെന്ന് തന്നെ പെട്ടാപ്പെട്ട് പരിപാടിയിൽ അവർ തീർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നിലവിൽ പല ഭാഗത്തും ദേശീയപാതയിൽ വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധപ്പെട്ട ഉടൻ തന്നെ അതിൻ്റെ അധികാരികളെ അറിയിക്കുക. അവിടെ റീവർക്ക് ചെയ്യേണ്ടി വരും. പിന്നീടൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അത് വളരെയധികം ഡേഞ്ചറാവും കേട്ടോ. അതെന്തായാലും ഈ ഒരു പാടം ഭാഗങ്ങളിൽ അവർ നാട്ടുകാർ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു വയഡക്റ്റാണ് യൂസ് ചെയ്തത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണ്ണ് അധികം ബലം ഉണ്ടാവില്ല, എപ്പോഴും ലൂസായിട്ടായിരിക്കും. ഇപ്പോൾ കെനാർസിലിൻ്റെ ആളുകളും അതാ പറഞ്ഞത്, അവിടെ ലൂസാണ് മണ്ണ്, അതുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞാലും കമ്പനിയുടെ ഭാഗത്തുള്ളൊരു ഫോൾട്ട് തന്നെയാണ് അത്. ഇതൊക്കെ പഠിച്ച് കണ്ടറിഞ്ഞതിന് ശേഷമാണ് NHAയും കമ്പനിയും അത് ആ ഒരു ഭാഗത്ത് ഇത് തന്നെയാണ് ഉചിതമെന്ന് തീരുമാനിക്കേണ്ടത്. അത് അവരുടെ അടുത്ത് വന്ന ഫോൾട്ട് തന്നെയാണ്, ഒരിക്കലും അവരെ ന്യായീകരിക്കുകയല്ല. എന്തായാലും അതിൻ്റെ കമ്പനിയുടെ പലരും മായിട്ട് നമുക്ക് കോൺടാക്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ സ്പോട്ടിൽ തറഞ്ഞ ഉടനെ വീഡിയോ അടക്കം അയച്ചു കൊടുത്തിട്ട് അവരോട് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മിഷിനാസ് ഗുഡ് ബൈ.